അപ്പോൾ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ അകത്തേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു സെക്ഷൻ വൈസാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിൽ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസാണ്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 മുതൽ 6 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1, 4, 9 എക്സെട്ര എന്ന പൂർണ്ണവർഗ സംഖ്യ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ്. അതായത് ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണി ആണ് എന്നൊന്നും പറഞ്ഞില്ല, ഒരു ശ്രേണിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ അടുത്ത സംഖ്യ ഇതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സംഖ്യ നിങ്ങൾക്ക് അറിയാം, ഇത് ഒരു പൂർണ്ണവർഗ സംഖ്യകളാണ്, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, ഇങ്ങനെയുള്ള നമ്പേഴ്സാണ്. 5ൻ്റെ സ്ക്വയർ 25, ഈ നമ്പേഴ്സാണ് തന്നത്. 1 തന്നിട്ടുണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ 16 ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് 25 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? 16 ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രസ്താവന നൽകിയിട്ടുണ്ട്. ആ 2 പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പ്രസ്താവന 1 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ 2ാം പദത്തിൻ്റെയും 5ാം പദത്തിൻ്റെയും തുക 17 ആണ്. നമുക്കതൊന്ന് എഴുതി നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു അരിതമെറ്റിക് സീക്വൻസിൻ്റെ 5ാം പദം x5 പ്ലസ്, അതേപോലെ തന്നെ 2ാം പദം x2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? 17 എന്നാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ പദത്തിൻ്റെയും 4ാമത്തെ പദത്തിൻ്റെയും തുക എത്രയാണ്? x3 പ്ലസ് x4 ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമുക്കറിയാം ഇവിടെ രണ്ടിൻ്റെയും സ്ഥാനങ്ങൾ നോക്കുക. 5 2 കൂട്ടിയാൽ 7 എന്നാണ്, 3 4 കൂട്ടിയാൽ 7 തന്നെയാണ്. അപ്പോൾ പൊസിഷൻ സെയിം ആണ്, അതായത് സ്ഥാനങ്ങളുടെ തുക സെയിം ആണ്. അതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ 17 കിട്ടുന്നെങ്കിൽ ഇവിടെയും ആൻസർ 17 ആയിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, x1 പ്ലസ് വെറുതെ കൂട്ടിയാൽ 17 തന്നെ ആൻസർ കിട്ടുക. 1ൻ്റെ കൂടെ ഇവിടെ സമത്തിൽ കിട്ടണം 7 കിട്ടണം. അപ്പോൾ x6, 6ാമത്തെ ടേം കൂടി കൂട്ടി എത്ര കിട്ടും? 17 ആൻസർ കിട്ടും. ഇതുപോലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 സ്ഥാനങ്ങളുടെ തുക മറ്റ് 2 സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡിയിലെ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ്. ശരിയല്ലേ? ഏതെങ്കിലും 2, ഈ കാര്യം തന്നെയല്ല അവിടെയും പറഞ്ഞത്. ഏതെങ്കിലും 2 പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ഇവിടെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? പദങ്ങളുടെ തുകയും തുല്യമാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇനി ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്. അതൊന്നുമല്ല, രണ്ടും ശരി തന്നെയാണ് പ്രസ്താവനകൾ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസ്താവന 2ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ? പ്രസ്താവന 1ൻ്റെ കാരണമാണ് പ്രസ്താവന 2. ശരിയാണ്, ഒന്നാമത്തെ കാരണം തന്നെയാണ് രണ്ടാമത്തത്. പൊസിഷൻ സം, അതായത് പദങ്ങളുടെ തുകയുടെ സ്ഥാനങ്ങളുടെ തുക സെയിം ആണെങ്കിൽ ആ പദങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സി എന്നുള്ളതാണ് ശരി ഓപ്ഷൻ. ഡി എന്താണ്? പ്രസ്താവന 1ൻ്റെ കാരണമല്ല പ്രസ്താവന 2 എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്, ആ ഒരു കാര്യം തെറ്റാണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് കറക്റ്റ് ഓപ്ഷൻ സി ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരുന്ന, അതായത് 4 റിമൈൻഡർ വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് ഓരോ എണ്ണൽ സംഖ്യയും ഓരോ നാച്ചുറൽ നമ്പേഴ്സിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 റിമൈൻഡർ കിട്ടുന്നതായിരിക്കും നമ്മൾ ശ്രേണികൾ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കുക, എണ്ണൽ സംഖ്യ എഴുതുക. 1 2 3 4 5 എക്സെട്ര, ഇതാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ. ഇതിൽ ഓരോ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം, ഓരോ നമ്പേഴ്സിനെയും നമ്മൾ 6 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ 4 മിച്ചം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമാന്തര ശ്രേണിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ നമ്പറിനെ 1 എന്ത് ചെയ്ത് നോക്കുക, 6 കൊണ്ട് ഹരിച്ച് നോക്കുക. 1 6 കൊണ്ട് ഹരിച്ചാലും 1 6 പോകില്ല. അപ്പോൾ 0 8 0 × 6 0 ആണ്. 1 0 കുറച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ 1 വരില്ല. അപ്പോൾ 1നെ ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ശിഷ്ടം കിട്ടുന്നത്, റിമൈൻഡർ കിട്ടുന്നത് 1നെ ഹരിക്കുമ്പോൾ 6 കൊണ്ട് ഹരിച്ചാൽ 1 തന്നെയാണ് കിട്ടുന്നത്. 2നെ ഹരിച്ചാൽ 2 തന്നെയാണ് കിട്ടുക. 3നെ ഹരിച്ചാൽ 3 കിട്ടുക. 4നെ ഹരിച്ചാൽ 4 കിട്ടുക. 5നെ ഹരിച്ചാൽ 5 കിട്ടുക. 6നെ ഹരിച്ചാൽ 0 ആയിരിക്കും കിട്ടുക. ഇനി 7നെ ഹരിച്ചാൽ 7നെ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും കിട്ടുക. 8നെ ഡിവൈഡ് ചെയ്താൽ 2 ആയിരിക്കും കിട്ടുക. 9നെ ഡിവൈഡ് ചെയ്താൽ 3 ആയിരിക്കും കിട്ടുക. ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ശ്രേണി ഇതൊക്കെ ആയിരിക്കും 4 മിച്ചം വരുന്ന ശ്രേണികളായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്പേഴ്സ് വരുന്നത് നോക്കി നോക്കുക. നമ്മുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 മിച്ചം വരുന്നത് 4 വരും. പിന്നെ 4 മിച്ചം വരുന്നത് 9 കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ നമ്പർ ആയിരിക്കും. ഇനി 6 കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ശ്രേണി എഴുതാൻ പറ്റും. ആദ്യത്തെ സംഖ്യ 4 ആണ്,
പിന്നത്തെ സംഖ്യ 10 അപ്പോൾ പിന്നത്തെ സംഖ്യയ്ക്കോ ഒരു 6 കൂട്ടിയാൽ മതിയല്ലേ, 6 കൊണ്ടല്ലേ ഹരിക്കുന്നത്. ഇനി 6 കൂട്ടി ചെയ്താൽ അടുത്തത് 16 പിന്നത്തത് 22 അങ്ങനെ നമുക്ക് നമ്മുടെ ശ്രേണി എഴുതാൻ കഴിയും. ഇനി ഇതെന്താണ് ചോദ്യം, എന്താണ് ഇത് സമാന്തര ശ്രേണിയാണോ എന്നാണ്. ശരിയാണ്, സമാന്തര ശ്രേണിയാണ്. കാരണം ഇവിടെ എത്രയാണ് പൊതുവ്യത്യാസം വരുന്നത്, ഓരോ സംഖ്യയിൽ നിന്നും അടുത്ത സംഖ്യയിലേക്ക് 6 കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണ് സമാന്തര ശ്രേണിയാണ്. എന്തുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പൊതുവ്യത്യാസമുണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ഓരോ സംഖ്യകൾ തമ്മിലും കൃത്യമായിട്ടുള്ളൊരു അകലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം, ഇവിടെ ഒരു പൊതുവ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലെങ്കിലും ഓപ്ഷനായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഒറ്റ സംഖ്യകളെയെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതുക. ഓഡ് നമ്പേഴ്സിനൊക്കെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സീക്വൻസ് എഴുതാം. ഇത് സമാന്തര ശ്രേണിയാണ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, എന്തുകൊണ്ട്? ഇത് നോക്കാമല്ലോ. ഒറ്റ സംഖ്യകളൊക്കെ ആദ്യം ഒറ്റ സംഖ്യകൾ എടുത്തേക്കാം. ഒറ്റ സംഖ്യകളൊക്കെ വരുന്നത് 1, 3, 5, 7, 9 എക്സെട്ര. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കേണ്ടത്, 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതേണ്ടത്. ഹരിച്ചു നോക്കിയിട്ട് 10 കൊണ്ട് ഹരിച്ചു നോക്കിയിട്ട് വരുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണിയാണ് എഴുതേണ്ടത്. അപ്പോൾ 1നെ 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എതിരായിരിക്കും. 1നെ 10 കൊണ്ട് ഹരിച്ചു നോക്കുക, 10 പോവില്ല, 1 10 പോവില്ല, 0 8. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, 0 കൊണ്ട് 10 0 കിട്ടും, 1 കിട്ടും. അപ്പോൾ ഇവിടെ ശിഷ്ടം എതിരായിരുന്നത് 1. ഇനി അടുത്ത സംഖ്യ എടുക്കുക. അടുത്ത സംഖ്യ ഇതാണ് 3. 3നെ 10 കൊണ്ട് ഹരിച്ചാൽ ഇതേപോലെ തന്നെ കിട്ടും, 3ൽ പോകില്ല, കൊണ്ട് 0, ശിഷ്ടം 3. അപ്പോൾ അടുത്ത സംഖ്യ 3. ഇനി അടുത്തത് 5. അതേപോലെ 5നെ നമ്മൾ 10 കൊണ്ട് ഹരിച്ച് നോക്കുക, 5 10 പോകില്ല, അപ്പോൾ അടുത്തെന്ത് കിട്ടും, 0 കിട്ടും, കുറച്ചാൽ 5 തന്നെ കിട്ടും. ഇന്നത്തത് 5. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്ത 7നെ എടുത്ത് ഹരിച്ച് നോക്കൂ. 7നെ 10 കൊണ്ട് ഹരിച്ചാൽ 7ൽ പോകില്ല, അപ്പോൾ 0 ഇട്ട് മൈനസ് ചെയ്താൽ 7 കിട്ടും. പിന്നെ ഇതാ ഇനി ഹരിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ, 9. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല, ഇതിങ്ങനെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ്. അപ്പോൾ 1, 3, 5, 7, 9 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശ്രേണി എന്ത് തന്നെയാണ്, ശരിക്കും ഈ ഓഡ് നമ്പർ തന്നെയാണ്, ഒറ്റ സംഖ്യകൾ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ശ്രേണിയായിട്ട് കിട്ടുന്നത്. ഇത് സമാന്തര ശ്രേണിയാണോ? ശരിയാണ്, ഒറ്റ സംഖ്യകൾ സമാന്തര ശ്രേണിയല്ലേ, 2 കൂട്ടിയിട്ടല്ല പോകുന്നത്. ഓക്കെ, ഇത് സമാന്തര ശ്രേണിയാണ്. എന്തുകൊണ്ട്? ഇവിടെ കൃത്യമായിട്ടുള്ളൊരു പൊതുവ്യത്യാസമുണ്ട്, കൃത്യമായിട്ടുള്ളൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 14, 23, 32 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ എന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അകത്ത് ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ? എന്തുകൊണ്ട്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രേണി എഴുതി നോക്കുക, സീക്വൻസ് എഴുതാം. 14, 23, 32 എക്സെട്ര ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? 14 എത്ര കൂട്ടിയാൽ 23ലേക്ക് എത്തുക? 9 കൂട്ടിയാലാണ്. ഇവിടുന്ന് 9 കൂട്ടിയാലാണ് 32ലേക്ക് എത്തുക. ഇവിടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 9. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പദങ്ങൾ എടുത്താൽ, ഈ സീക്വൻസിലെ ഈ ശ്രേണിയിൽ ഏതെങ്കിലും 2 പദങ്ങൾ എടുത്തിട്ട് നമുക്ക് വ്യത്യാസം 108 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 108 പിന്നെ പൊതുവ്യത്യാസത്തിൻ്റെ 9ൻ്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് 108 9ൻ്റെ ഗുണിതമാണോ അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 108 9ൻ്റെ ഗുണിതമാണോ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കുക, 108നെ 9 കൊണ്ട് ഹരിച്ച് നോക്കുക. അപ്പോൾ 10ൽ 9 ഒരു പ്രാവശ്യം, ഒരു 9 9 മൈനസ് 1, 18ൽ 2 പ്രാവശ്യം 18 കിട്ടും, 0 കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 108 എന്താണ്? 9ൻ്റെ ഒരു ഗുണിതമാണ്, ഒരു മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് എന്താകും? 108 എന്നത് ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 108 എന്നത് കോമൺ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, ഒരു ഗുണിതമാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. കിട്ടിയല്ലോ? ഒന്നാമത്തെ ശരിയാണ്, ആകും. എന്തുകൊണ്ടാണ്? അത് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണ്, ഡിയുടെ ഒരു മൾട്ടിപ്പിളാണ്. രണ്ടാമത്തെ ചോദ്യം, ശ്രേണിയുടെ 15ാമത്തെ പദം കണ്ടുപിടിക്കുക. അതായത് x 15, 15ാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി?
ഫസ്റ്റ് പദത്തിൻ്റെ കൂടെ 14ൻ്റെ കൂടെ എത്ര പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി? ഇത് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. നമുക്ക് 15ാമത്തെ പദത്തിലാണ് ചോദിച്ചത്. ഓക്കെ, 14D കൂട്ടിയാൽ മതി. അതായത് 14 കൂട്ടണം 14 ഇൻറ്റു ഇവിടെ D എത്രയാണ്? 9. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്യാൻ എളുപ്പമായിട്ട് 14 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇവിടുന്ന് 14 പോയാൽ 1 ബാക്കി ഉണ്ടാവുക, പ്ലസ് ഇവിടുന്ന് 14 പോയത് 9 ബാക്കി ഉണ്ടാവുക. അപ്പോൾ 14 ഇൻറ്റു 1 9 കൂട്ടിയാൽ 10. അപ്പോൾ ആൻസർ 140 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന പ്രയാസം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 14 9 കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, കിട്ടുന്ന സംഖ്യേൻ്റെ കൂടെ ഈ 14 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 140 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ശ്രേണിയിലെ 15ാമത്തെ പദം എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ 140 ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 230 എന്നാണ്. അപ്പോൾ ഈ 230 ഈ ശ്രേണിയിലെ പദം ഓല് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രാമത്തെ സ്ഥാനത്താണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇനി പദാന്ന് ചെക്ക് ചെയ്യാൻ പോകണ്ട, ഓല് പറയുന്നുണ്ട് പദാന്നുള്ളത്. ഇനി തെറ്റാങ്കിൽ പദം അല്ലെങ്കിൽ അതുപോലെ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്കല്ല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 230 ഈ ശ്രേണിയിൽ ഒരു പദം തന്നിട്ടുണ്ട്, അതിൻ്റെ എത്രാമത്തെ സ്ഥാനത്താണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശ്രേണി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 14 23 32 എക്സെട്ര ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ 230 ഇതിൽ ഏതോ ഒരു സ്ഥാനത്ത് വരും. ആ സ്ഥാനം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് വഴിയുണ്ട്. എങ്ങനെ ചെയ്യാം? അവസാന പദം മൈനസ് ആദ്യ പദം. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ചെയ്ത് നോക്കിയാൽ മതി. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം മൈനസ് ചെയ്യുക. 230 മൈനസ് 14 അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? പൊതു വ്യത്യാസം D കൊണ്ട് ഡിവൈഡ് ചെയ്യുക 9. ഇത് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടും? 230 14 കുറച്ചാൽ 216 ഡിവൈഡ് ബൈ 9 പ്ലസ് 1 കിട്ടും. ഇനി 216 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 9 2 പ്രാവശ്യം 18 കഴിച്ചിട്ട് 36 9 4 പ്രാവശ്യം, അപ്പോൾ 24 കിട്ടും. അതായത് ഇവിടെ മുതൽ ഇവിടുത്തം വരെ എത്ര പദങ്ങളുണ്ട്? 24 പദങ്ങളുണ്ട്. അപ്പോൾ ഇത് എത്രാമത്തെ പദമായിരിക്കും 230 എന്നുള്ളത്? 24ാമത്തെ. x24 ആയിരിക്കും ആ സംഖ്യ. അപ്പോൾ 24ാമത്തെ പദമാണ് ഇത് 230 എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 4ാമത്തെ പദം 51 ആണ്, അല്ലെങ്കിൽ 6ാമത്തെ പദം 45 ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. 4ാമത്തെ പദം x4 എത്രയാണ് തന്നിട്ടുണ്ട്? 51 തന്നിട്ടുണ്ട്. 6ാമത്തെ പദം എത്രയാണ് തന്നിട്ടുണ്ട്? 45 തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ മുന്നോട്ടേക്ക് പോകുന്തോറും ശ്രേണി എന്താണ് വരുന്നത്? കുറഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യം 51 45ലേക്ക് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പൊതു വ്യത്യാസം കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് സംഖ്യ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ പൊതു വ്യത്യാസം കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 4ാമത്തെ പദം 51 ഇവിടത്തേക്ക് കുറയുന്ന എത്രയാണ്? ഇത് ഇവിടുന്ന് കുറയുന്നത് 45ലേക്കാണ്. അപ്പോൾ വ്യത്യാസം എത്രയാണ്? പൊതു വ്യത്യാസം കണ്ടുപിടിക്കും ഇക്വേഷൻ ഉപയോഗിക്കാം. D = ടേം ഡിഫറൻസ് 45 മൈനസ് 51 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 4 6 മൈനസ് 4 എത്ര കിട്ടും? 45 51 കുറച്ചാൽ എത്ര ആൻസർ കിട്ടുക? -6 കിട്ടും. ബൈ 6 4 കുറച്ച് എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ D എത്ര കിട്ടും? 6 ബൈ 2 എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. 1 നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ D എത്ര കിട്ടും? നമുക്ക് -3 ആയിരിക്കും. അതായത് 3 കുറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 5ാമത്തെ പദം എത്രയെന്നാണ്. അപ്പോൾ 4ാമത്തെ പദം കഴിഞ്ഞാലാണല്ലോ 5ാമത്തെ പദം. എത്ര കുറച്ചാൽ മതി? 4ാമത്തെ പദത്തിൽ നിന്ന് ഒരു 3 കുറച്ചാൽ മതി. ഇപ്പോൾ 51 3 കുറച്ചാൽ 48 കിട്ടും. അതിൻ്റെ അകത്ത് പിന്നെ ഒരു 3 കുറക്കുമ്പോൾ 45 എന്നുള്ള 6ാമത്തെ പദം കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5ാം പദത്തോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ആദ്യ പദം ലഭിക്കുക? നമുക്കറിയാം 1ാമത്തെ പദമാണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. 1ാമത്തെ പദത്തിൽ നിന്ന് 5ാമത്തെ പദത്തിലേക്ക് എത്താൻ എത്ര പൊതു വ്യത്യാസം ഉണ്ട്? അവിടുന്ന് ശരിക്ക് 4 പൊതു വ്യത്യാസമാണ്. 4D ആണ്. 5ൽ നിന്ന് 4 1 കുറച്ച് നോക്കിയാൽ മതി. 4D ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4D ആണ് നമുക്ക് വേണ്ടത്. 4D എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 4D എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു D നമുക്ക് -3 കിട്ടിയിട്ടുണ്ട്. -3 4 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12 ആണ്. അതായത് 1ാമത്തെ സംഖ്യേൻ്റെ അകത്ത് നിന്ന് 12 കുറക്കുമാണ് 5ാമത്തെ സംഖ്യ എത്തുന്നത്. അപ്പോൾ 5ാമത്തെ സംഖ്യേനോട് 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും, ഇവിടത്തേക്ക് എത്തും, 1ാമത്തെ പദത്തിലേക്ക് എത്തും. അപ്പോൾ എത്ര ആണ് കൂട്ടേണ്ടത്? 12 ആണ് കൂട്ടേണ്ടത്. അതാണ് കറക്റ്റ് ആൻസർ. -12 അല്ല, 12 കൂട്ടിയാലാണ് എത്തുക.
അതായത് ഒന്നാമത്തെ സംഖ്യയിൽ 12 കുറച്ചാൽ അഞ്ചാമത്തേലേക്ക് എത്തും. അപ്പോൾ നേരെ തിരിച്ച് റിവേഴ്സ് എടുക്കുമ്പോൾ അഞ്ചാമത്തെ സംഖ്യനകത്ത് 12 കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തേലേക്ക് എത്തും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പദത്തിൽ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ പദത്തിലേക്കും ഇവിടുന്ന് -12 എന്നല്ല കിട്ടിയത്, നമുക്ക് -12 ആണ്. അപ്പോൾ 48 നിന്ന് 12 കൂടി കൂട്ടിയാൽ ഇവിടെയുള്ള സംഖ്യ കിട്ടും. അപ്പോൾ 48ഉം 12ഉം എന്ന് പറഞ്ഞാൽ 60 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എത്രയാണ് കിട്ടി? 60 എന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് സംഖ്യ 60. പൊതുവ്യത്യാസത്തിൽ അറിയാം നമുക്ക് -3 അറിയാം. അപ്പോൾ 3 കുറച്ചാൽ മതി. ഇനി 60 3 കുറച്ചാൽ 57, പിന്നെ ഒരു 3 കുറച്ചാൽ 54 എക്സെട്ര. ഇങ്ങനെ ശ്രേണി നമുക്ക് കിട്ടും. അപ്പോൾ ശ്രേണിയിലെ 3 പദങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യൻ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 133. അതായത് S7 എത്ര തന്നിട്ടുണ്ട്? 133 തന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 14 പദങ്ങളുടെ തുക 511. S14 എത്ര തന്നിട്ടുണ്ട്? 511 തന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 4ാമത്തെ പദം എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 7 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. 7 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിൽ നടുവിൽ വരുന്ന പദം ഏതായിരിക്കും? നടുവിൽ വരുന്നത് 4ാമത്തെ പദമായിരിക്കും. അതായത് x4 മധ്യപദം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മധ്യപദം എങ്ങനെ കണ്ടുപിടിക്കുക? തുക ബൈ പദങ്ങളുടെ എണ്ണം എന്നല്ല, ഇത് സം ഡിവൈഡ് ബൈ 133 ഡിവൈഡ് ബൈ പദങ്ങളുടെ എണ്ണം. എത്ര പദങ്ങളുണ്ട്? 7 പദങ്ങളെല്ലാം ഉണ്ടാവുക. അപ്പോൾ 7. അപ്പോൾ 137 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 ഒരു പ്രാവശ്യം പോകും. 13 കഴിച്ചിട്ട് 63 9 പ്രാവശ്യം. അപ്പോൾ x4 എത്രയാണ് കിട്ടും? 4ാമത്തെ പദം 19 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 11ാമത്തെ പദം എന്താണെന്നാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ഡാറ്റ ഉപയോഗിക്കണം. 14 പദങ്ങളുടെ തുക 511 ഉപയോഗിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ മധ്യപദം ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റില്ല. കാരണം 14 പദങ്ങൾ തന്നാൽ നടുവിൽ 2 പദങ്ങൾ വരും. അപ്പോൾ മധ്യപദം എന്നുള്ള ഐഡിയ ഇവിടെ വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ട 14 പദങ്ങളുടെ തുക നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിച്ചത് ശരിക്കും കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 14/2 ഇൻറ്റു ഫസ്റ്റ് പദം x1 പ്ലസ് അവസാനത്തെ പദം 14ാമത്തെ പദം. ഈ ഇക്വേഷൻ വെച്ചിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുക. അത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 511 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 14/2 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു x1 പ്ലസ് x14. ഇത് എത്രയാണ് നമുക്കറിയാം? 511 അറിയാം. നമുക്കിനി x1 പ്ലസ് x11 എത്രയാണെന്ന് കിട്ടണമെങ്കിൽ ഇതങ്ങ് അപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ x1 പ്ലസ് x14 എത്രയാണെന്ന് കിട്ടും? 511 ഡിവൈഡ് ബൈ 7 കിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതുവരെ കിട്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് x1 പ്ലസ് x14 ചെയ്താൽ എത്രയാണെന്ന് കിട്ടും? 2 കൂടി കൂട്ടി എത്രയാണെന്ന് കിട്ടും? 511/7 എന്ന് പറഞ്ഞാൽ 51 7 പ്രാവശ്യം 49 കഴിച്ചിട്ട് 21 3 പ്രാവശ്യം 73 കിട്ടും. അതായത് ഒന്നാമത്തെ പദവും 14ാമത്തെ പദവും കൂടി കൂട്ടി എത്രയാണ്? 73 നമ്മളോട് ചോദിച്ചത് 11ാമത്തെ പദം എത്രയാണെന്നാണ്. അപ്പോൾ 11ാമത്തെ പദവും പിന്നെ ഇത് പദം കൂടി കൂട്ടിയാൽ 73 ആൻസർ കിട്ടുക. 1 14 അല്ലേ? അപ്പോൾ 11ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 73 കിട്ടും. അപ്പോൾ നമുക്കറിയാം 4ാമത്തെ പദം എത്രയാണ്? നമുക്കറിയാം 4ാമത്തെ പദം നമുക്കറിയാം. എത്രയാണ്? ഇവിടെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 19 തന്നിട്ടുണ്ട്. അപ്പോൾ x1 പ്ലസ് x11 പ്ലസ് 19 എത്രയാണ് കിട്ടും? 73 കിട്ടും. നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ x11 എത്രയാണ് കിട്ടും? 73 മൈനസ് 19. 73 19 കുറച്ചാൽ 54 കിട്ടും. ഇതാണ് ഉത്തരം. അപ്പോൾ 11ാമത്തെ പദം എത്രയാണ് കിട്ടും? 54 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഈ 3 പദങ്ങൾ എഴുതാണെങ്കിൽ പൊതുവ്യത്യാസം വേണ്ടി വരും. പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പദം കിട്ടിയിട്ടുണ്ട്, ഇവിടെ വേറൊരു പദം കിട്ടിയിട്ടുണ്ട്. ആ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ചെയ്തിട്ട് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഡി എത്രയാണ് കിട്ടും? ഡി ഈക്വൽ ടു ഈ 2 പദങ്ങൾ ഉപയോഗിക്കാം. 4ാമത്തെ പദവും 11ാമത്തെ പദവും ഉപയോഗിക്കാം. അപ്പോൾ പദവ്യത്യാസത്തിൽ വരിക 54 19 മൈനസ് ചെയ്യുക. 54 മൈനസ് 19 ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസത്തിൽ 11 മൈനസ് 4 11 മൈനസ് 4 കിട്ടും.
പൊടി എത്രയാന്ന് കിട്ടും 54 19 കുറച്ചാൽ 35 ഡിവൈഡ് ബൈ 11 4 കുറച്ചാൽ 7 കിട്ടും. 35 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും 5 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാന്ന് കിട്ടി 5 കിട്ടി. നാലാമത്തെ പദം എത്രയാണെന്ന് അറിയാം 19 അറിയാം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ പദം എത്രയായിരിക്കും 5 കുറച്ചാൽ പോരെ. അപ്പോൾ മൂന്നാമത്തെ പദം എത്രയാന്ന് കിട്ടും നമുക്ക് 19 5 കുറച്ചാൽ 14 എന്ന് കിട്ടും. അതിൻ്റെ തൊട്ട് വേഗത്തെ രണ്ടാമത്തെ പദത്തിലേക്കും പിന്നെ ഒരു 5 കുറച്ചാൽ മതി 9 കിട്ടും. അതിൻ്റെ തൊട്ട് വേഗത്തെ പദത്തിലേക്കും പിന്നെ ഒരു 5 കുറച്ചാൽ മതി അപ്പോൾ 4 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പദം 4, പിന്നത്തത് 9, പിന്നത്തത് 14 എക്സെട്ര ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണി. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങളല്ലോ 4 9 14. ഇത്രയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലാസ്റ്റ് ചോദ്യമാണ്, ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 42ഉം 8-ാമത്തെ പദം 62ആണ്. അതായത് ഒരു ശ്രേണിയിൽ 2 പദങ്ങൾ തന്നിട്ടുള്ളത്. ഇത് പൊതുവേ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ശ്രേണിയിൽ 5-ാമത്തെ പദത്തിന് തന്നിട്ടുണ്ട് 42 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 8-ാമത്തെ പദത്തിന് തന്നിട്ടുണ്ട് 62 തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പദങ്ങൾ തന്നാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും. ചോദ്യം ശ്രേണിയുടെ 2-ാമത്തെ പദം എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് നമ്മൾ തുടക്കം ചെയ്തു തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കും. അപ്പോൾ 42 62ലേക്ക് എത്ര വ്യത്യാസം പോകുന്നുണ്ട് 20 ആണ്. 5-ാമത്തെ പദത്തിൽ നിന്ന് 8-ാമത്തെ പദത്തിലേക്ക് എത്ര പൊതുവ്യത്യാസം വരുന്നുണ്ട് 3 പൊതുവ്യത്യാസമാണ്. നമ്മൾ ചോദിച്ചെത്രാമത്തെ പദമാണ് ചോദിച്ചത് 2-ാം പദം. 5-ാമത്തെ പദം 2-ാമത്തെ പദം നമ്മളോട് ചോദിച്ചത്. ഇപ്പോൾ 2-ാമത്തെ പദത്തിൽ നിന്ന് 5-ാമത്തെ പദത്തിലേക്ക് എത്ര പൊതുവ്യത്യാസമുണ്ട് 3 പൊതുവ്യത്യാസമാണല്ലോ. 5 2 കുറച്ചൊക്കെ പറയാം. അപ്പോൾ 3 പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 20 കൂടുന്നുണ്ട്. അപ്പോൾ ഈ പദത്തിൽ നിന്ന് 20 കൂടിയാണ് 42. അപ്പോൾ അവിടെയുള്ള പദത്തിലായിരിക്കും അവിടെയുള്ള സംഖ്യ തിരിക്കണം 42-നകത്ത് നിന്ന് 20 കുറച്ചൊക്കെ പോരാ. അപ്പോൾ എത്ര കിട്ടും 22 എന്ന് കിട്ടും. ഇവിടെയുള്ള പദത്തിലാണ് 22 ആണ്. ഇത് ശരിക്കും പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സെയിം ഗ്യാപ്പിലുള്ളതാണ് തരുന്നത്. 3 കോമൺ ഡിഫറൻസ് അകലത്തിലുള്ളതാണ് തരുന്നത്. നിങ്ങളിവിടെ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചാൽ ഫ്രാക്ഷൻസ് കിട്ടും, ഭിന്നസംഖ്യ കിട്ടും. അപ്പോൾ നിങ്ങളവിടെ സ്റ്റക്കായി പോകും. അതുകൊണ്ട് അതിനെ നിങ്ങളൊരു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണിത്. സെയിം ഗ്യാപ്പിലുള്ള സംഖ്യയാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കളെ. ശ്രേണിയുടെ 14-ാമത്തെ പദം എത്രയാണ്? 8-ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടിയാൽ 14-ാമത്തെ പദം കിട്ടും? 14-ാമത്തെ പദം 14 8 കുറച്ചാൽ എത്രയാ 6 അല്ലേ. അപ്പോൾ 6D എന്ന് കിട്ടും. 6D ആണ് 8-ാമത്തെ പദത്തിൽ നിന്ന് 14-ാമത്തെ പദത്തിലെത്താനുള്ളത്. അപ്പോൾ 3D എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 6D എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു തരൂ 40 ആയിരിക്കും അല്ല, എൻ്റെ ഇരട്ടി ഉണ്ടാവില്ലേ. അപ്പോൾ ഈ 62ൻ്റെ കൂടെ 40ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള സംഖ്യ കിട്ടും. അപ്പോൾ അവിടെയുള്ള സംഖ്യ ഏതായിരിക്കും 62ൻ്റെ കൂടെ 40ഉം കൂട്ടിയും കൂട്ടിയാൽ 102 എന്നായിരിക്കും. അപ്പോൾ 14-ാമത്തെ പദത്തിലാണ് കിട്ടി 102 കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ആദ്യത്തെ 18 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ആദ്യത്തെ 18 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. 18 പദങ്ങളുടെ തുക അറിയാം 18/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് 18-ാമത്തെ പദം. ഇത് വെച്ചിട്ടുള്ള കണ്ടുപിടിക്കുക ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദം ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിന് ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ പോകണ്ട. നമുക്ക് അറിയുന്ന പദം നോക്കുക 2-ാമത്തെ പദം. അപ്പോൾ 2-ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും? നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ 1-ാമത്തെ പദം വേണം, 18-ാമത്തെ പദവും വേണം. പക്ഷെ നമ്മൾ 18-ാമത്തെ പദം കണ്ടുപിടിക്കുന്നില്ല, 1-ാമത്തെ പദം കണ്ടുപിടിക്കുന്നില്ല. നിലവിൽ അറിയുന്ന സംഖ്യ വെച്ചിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ വേറൊന്ന് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ 2-ാമത്തെ പദം നമുക്കറിയാം. 2-ാമത്തെ പദത്തിൻ്റെ കൂടെ വേറെ ഏത് പദം കൂട്ടേണ്ടി വരും? ഇതേ പൊസിഷൻ സമ്മ് വരുന്നത് 18 1 19 ആണ്. അപ്പോൾ 2-ാമത്തെ എടുത്താൽ പിന്നെ അത് എടുക്കേണ്ടി വരും 14-ാമത്തെ എടുക്കാൻ പറ്റുമോ? ഇല്ല. 17-ാമത്തെ എടുത്തൂടെ? ഇവിടുന്ന് ഒന്നും കൂടി കൂട്ടിയാൽ 17-ാമത്തെ പദത്തിൽ കണ്ടുപിടിക്കാം നമുക്ക്. അല്ല 17 കണ്ടുപിടിക്കണ്ടല്ലോ. 5ഉം 14 എത്രയായി 19 ആയില്ലേ. ഓക്കെ. അപ്പോൾ 5-ാമത്തെ പദവും നമുക്ക് ഉപയോഗിക്കാം. 5-ാമത്തെ പദവും അതേപോലെ തന്നെ ഈ 14-ാമത്തെ പദം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിനെ റീപ്ലേസ് ചെയ്യാം. അതായത് 5-ാമത്തെ പദവും കൂട്ടണം 14-ാമത്തെ പദം. ആ രണ്ടും കൂട്ടിയത് കിട്ടുക 42ഉം 5-ാമത്തെ പദം 42ഉം 102 144 എന്ന് കിട്ടും.
അപ്പോൾ അഞ്ചാമത്തെ പദവും 14ാമത്തെ പദവും കൂട്ടി 144 എന്നാണെങ്കിൽ ഒന്നാമത്തെ പദവും 18ാമത്തെ പദവും കൂട്ടി എത്രയായിരിക്കും 144 തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ആ പദങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ 18/2 ഇൻറ്റു 2 കൂടി ചെയ്താൽ എത്ര കിട്ടുക 144 എന്നായിരിക്കും. അപ്പോൾ 18ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9 ഇൻറ്റു 144 ചെയ്താൽ ആൻസർ ആവും. അപ്പോൾ എത്ര കിട്ടുക 36 3 ബാക്കി 36 4 39 3 ബാക്കി 9 3 12 1296 ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് സമ്മ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഐഡിയ വർക്കാണ്. ഇതിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഓരോ പദങ്ങളും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇവിടെ പൊതുവ്യത്യാസം കണ്ടാൽ ഒരു ഭിന്നസംഖ്യയാണ് കിട്ടുക, ഫ്രാക്ഷനാണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് സെക്ഷനകത്തുള്ള ചോദ്യങ്ങൾ. നമുക്ക് അടുത്തൊരു വീഡിയോൻ്റെ അകത്ത് അടുത്ത സെക്കൻഡ് സെക്ഷൻ ബീൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം.